ഇന്ത്യയിൽ കുറഞ്ഞ മാസം കൊണ്ട് 6.5 കോടി പേർ കാണാനില്ല, അവർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സംഭവം സത്യമാണ്, വാർത്ത സത്യമാണ്. അതിന്റെ കണക്കുകളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന വോട്ടർമാരിൽ 6.5 കോടി വോട്ടർമാർ ഈ SIR കേവലം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രമായി നടത്തിയപ്പോൾ തന്നെ 6.5 കോടി പേർ ഇല്ലാതായിരിക്കുന്നു, ഔട്ടായിരിക്കുന്നു. നമുക്ക് കണക്കുകളൊന്ന് നോക്കാം. 2024 ജനുവരി 1 കണക്ക് പ്രകാരം നമ്മുടെ വോട്ടർമാരുടെ എണ്ണം 96.88 ലക്ഷം കോടി വോട്ടർമാരാണ് 2024 ജനുവരി 1 ഉണ്ടാകുന്നത്. 2025 ആയപ്പോഴേക്ക് കൂടുതൽ വോട്ടർമാരെയൊക്കെ ചേർക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതായത് ഇന്ത്യയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 99.1 കോടി വോട്ടർമാരായി, 99 കോടി വോട്ടർമാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ SIR നടപ്പാക്കിയപ്പോൾ ഇതിലൊരു 6.5 കോടി ആവിയായി പോയിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തായവരുടെ എണ്ണം പറയാം. ഉത്തർപ്രദേശിൽ നിന്നും മാത്രം പുറത്തായത് 2.89 ലക്ഷം പേരാണ്. കേരളത്തിൽ 24 ലക്ഷം, ബീഹാർ 49, രാജസ്ഥാൻ 37 ലക്ഷം, ഹരിയാന 13 ലക്ഷം, ദില്ലി 9 ലക്ഷം, മഹാരാഷ്ട്ര 33 ലക്ഷം, ഗുജറാത്ത് 24 ലക്ഷം, മധ്യപ്രദേശ് 39 ലക്ഷം, തമിഴ്നാട് 25 ലക്ഷം, കർണാടക 30 ലക്ഷം, ആന്ധ്രാപ്രദേശ് 25 ലക്ഷം, തെലങ്കാന 18 ലക്ഷം, പശ്ചിമ ബംഗാളിൽ 70 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ആസാമിൽ 16 ലക്ഷം, ഒഡീഷയിൽ 22 ലക്ഷം. അതായത് ഇത്രയും സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രം നടത്തിയ ഒരു SIR-ന്റെ കരട് പട്ടികയിലെ കണക്കാണിത്. ഇതിൽ ബംഗാളിലേക്ക് വന്നാൽ കുറച്ചുകൂടി വിചിത്രമാണ്. ബംഗാളിൽ മമതാ ബാനർജി കോട്ടിട്ടും അല്ലാതെയും ഒക്കെ കുറെ നടപ്പ് സുപ്രീം കോടതിയിൽ നടന്നതാണ്. അവസാനം സുപ്രീം കോടതി കണ്ടം വഴി ഓടിച്ചു. SIR-ന്റെ വഴിക്ക് നടക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഏതായാലും SIR തുടങ്ങിയപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തായത്, വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തായത് 58 ലക്ഷം പേരാണ്. അതായത് അതിൽ മരിച്ചവരുണ്ട്, ഡബിളിംഗ്, ഒന്നിലധികം പേരുള്ളവരുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ, മറ്റൊന്ന് സ്ഥലം മാറിപ്പോയവരുണ്ട്, ഒപ്പം തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പ്രാഥമിക ഘട്ടത്തിൽ നിന്നും പുറത്താക്കിയിരിക്കും. അതിനെതിരെ മമതയ്ക്ക് യാതൊരു പരാതിയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 5 ലക്ഷം പേർക്ക് അവരുടെ ഡോക്യുമെന്റ് ഹാജരാക്കാൻ ഒരു സമയം അനുവദിച്ചിരുന്നു. ആ സമയപരിധി കഴിഞ്ഞു. ആ 5 ലക്ഷം പേരിൽ 4,88,000 പേരും തിരിച്ചു വന്നില്ല. കാരണം അവരുടെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ല. ഡോക്യുമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മുമ്പ് BJP ഒക്കെ പറഞ്ഞത് ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം അനധികൃതമായി കുടിയേറിയവരാണ് ബംഗ്ലാദേശിൽ നിന്നും മറ്റും. അവരുടെ കയ്യിൽ ഹാജരാക്കാൻ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വന്നില്ല. അപ്പോൾ അവർ പുറത്തായി. ഇത് കൂടാതെ ഒരു 10 ലക്ഷത്തിനടുത്ത് ആളുകൾ കൂടി വരുന്നു. അവരുടെ കയ്യിൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള 9,42,970 പേർ കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 70 ലക്ഷത്തിന് മുകളിൽ വരും പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്താകുന്നു. ചുമ്മാതല്ല, മമതാ ബാനർജി ഇക്കണ്ട പുകിലൊക്കെ ഒപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഇത്രയും വോട്ടർമാർക്ക്, ഈ 6.5 കോടി വോട്ടർമാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും പല സംസ്ഥാനങ്ങളിലും അവിടെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയക്കാര് ഇവരെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ആനുകൂല്യങ്ങൾ മാത്രം പറ്റുകയായിരുന്നില്ല, ഭരണം തന്നെ നിയന്ത്രിക്കാൻ തന്നെ കെൽപ്പുള്ള ഒരു സംവിധാനമാക്കി മരിച്ചുപോയവരെയും ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസിക്കുന്നവരെയും ഡബിളിംഗ് ഉള്ളവരെയും വ്യാജ ID കാർഡുള്ളവരെയും ഒരു ഡോക്യുമെന്റ് ഇല്ലാത്തവരെയും കൊണ്ട് ഈ രാജ്യത്ത് വോട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും 9 സംസ്ഥാനങ്ങളിലെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മാത്രം ലിസ്റ്റാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ, ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ ഇതിന്റെ സംഖ്യ അമ്പരപ്പിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.